ഹായ് ഫ്രണ്ട്സ്, തൃശ്ശൂർ പ്ലാന്റ് ലവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജലാശയങ്ങൾ കണ്ടുവരുന്ന പുള്ളിച്ചിലിന് എന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന ഒരു ചെറിയ മത്സ്യമാണ് ഡാഡിയോ ലബോക്ക ഡാഡിപ്പർജോറി. 3 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പം വയ്ക്കുന്ന ഒരു ചെറിയ മത്സ്യമാണ്. അതുകൊണ്ട് ബൗളുകളിലും പ്ലാന്റ് ടാങ്കിലൊക്കെ ഇവയെ വളർത്താം. ചെറിയ ബൗളുകളിലൊക്കെ വളർത്തുമ്പോൾ അല്പം ജലസസ്യങ്ങൾ കൂടി ഉൾപ്പെടുന്നത് നന്നായിരിക്കും. കാരണം ജലസസ്യങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണ്. അതുപോലെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മത്സ്യമാണ്. മറ്റേത് മത്സ്യത്തെക്കാളും കൂടുതൽ വളരെ ആക്റ്റീവായിട്ട് ഓടി കളിക്കുന്ന ഒരു മത്സ്യമാണ്. തുടക്കക്കാരായ ഹോബിസ്റ്റുകൾക്ക് പറ്റിയ മത്സ്യമാണ്. ഒരു ഹാർഡി ഫിഷായത് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ pH, അമോണിയ, ടെമ്പറേച്ചർ ഇതൊന്നും പെട്ടെന്ന് ബാധിക്കുകയില്ല. തുടക്കക്കാരായ ഹോബിസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയ ഒരു മത്സ്യമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മൾ ചുമലിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാവുന്ന ഒരു ബൗളാണ്. അതിലിപ്പോൾ ഈ പുള്ളിച്ചിലിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാദേശികമായി കിട്ടുന്ന ഗപ്പി ഗ്രാസ്, അതുപോലെ തന്നെ നജ്ജാസ് എന്ന് വിളിക്കുന്ന പ്ലാന്റൊക്കെയാണ്. വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ പുള്ളിച്ചിൽ നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫോട്ടോ രൂപത്തിൽ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഫൈറ്റർ, പെറ്റാവിഷനൊക്കെ ഇടുന്ന പോലെ തന്നെ, ഗപ്പിയൊക്കെ ഇടുന്ന പോലെ തന്നെ ഇവയും ഇങ്ങനത്തെ ബൗളുകളൊക്കെ ഇട്ട് വളർത്താവുന്നതാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലെ pH വ്യത്യാസങ്ങളോ അതുപോലെ തന്നെ അമോണിയ പ്രശ്നങ്ങളോ ടെമ്പറേച്ചറോ ഒന്നും ഇവയെ ബാധിക്കുന്നില്ല. പ്ലാന്റ് ടാങ്കിൽ പുള്ളിച്ചിലിൻ്റെ വർണ്ണഭംഗി മറ്റു കമ്മ്യൂണിറ്റി ടാങ്കിലേക്ക് അപേക്ഷിച്ച് വളരെയധികം കൂടും. അതുപോലെ മറ്റ് അക്വേറിയം, പ്ലാന്റ് ഫിഷിനെ അപേക്ഷിച്ച് വിലയും കുറവാണ്. പിന്നെ ഫിഷ് ടാങ്കിൽ വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് മൂടിയുള്ളൊരു ടാങ്ക്, ഗോപുരമൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെള്ളത്തിന് ചാടാനുള്ളൊരു ടെൻഡൻസി വളരെയധികം കാണിക്കുന്ന ഒരു മത്സ്യമാണ്. അപ്പോൾ മൂടിയുള്ളൊരു ടാങ്ക് ആയിരിക്കും ഇതിന് കൂടുതൽ ബെറ്റർ. അപ്പോൾ പുള്ളിച്ചീലിനെ വളർത്തി ഇതിൻ്റെ എക്സ്പീരിയൻസ് കമൻ്റായി പറയാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.